ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒ പിയിൽ വരുന്ന മിക്ക ആളുകളുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കൺപോളകൾക്കൊക്കെ വശങ്ങളിലായിട്ട് ഒരു യെല്ലോ കളറിൽ മഞ്ഞ കളറിൽ ഡെപ്പോസിറ്റുകൾ വരിക. അതുപോലെ തന്നെ അവർ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ വെള്ളക്ക് ചുറ്റുമായിട്ട് ഒരു ഗ്രേ കളർ റിങ് ഡെവലപ്പ് ചെയ്ത് വരിക. മാത്രമല്ല അവരുടെ ജോയിൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ നോഡ്യൂൾസ്, പ്രത്യേകിച്ച് കൈകാലുകൾക്ക് കൈയിൻ്റെ ഒക്കെ മുട്ടിന് പുറമേ അല്ലെങ്കിൽ കാലിൻ്റെ ഒക്കെ മുട്ടിന് പുറമേ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ കളറിലുള്ള ചെറിയ ചെറിയ നോഡ്യൂൾസ് മുഴകളൊക്കെ രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം ആളുകൾ പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ ഇറച്ചിയും മീനൊന്നും സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല, പക്ഷെ എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ ഇത്ര കൂടി വരുന്നത്? കൊളസ്ട്രോൾ കൂടാൻ സാധാ ഭക്ഷണങ്ങൾ കാരണം കൊളസ്ട്രോൾ കൂടാൻ വല്ല കാരണമുണ്ടോ? ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കൊളസ്ട്രോൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇറച്ചിയും മീനും എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിനെ എങ്ങനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാലാണ് ഈ കൊളസ്ട്രോൾ കൂടി വരുന്നത് എന്നാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു 20% മാത്രമേ നമുക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പ് എത്തുന്നുള്ളൂ. ബാക്കി 80% ആരാണ്? നമ്മുടെ ലിവർ, നമ്മുടെ അകത്തുള്ള ലിവർ എന്ന ഓർഗൻ തന്നെയാണ് നമുക്ക് കൊഴുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാം ടോട്ടൽ കൊളസ്ട്രോൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 100 ഗ്രാം ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെയാണ് ഭക്ഷണത്തിലൂടെ എത്തുന്നത്. ഈ ഭക്ഷണത്തിലൂടെ എത്തുന്ന കൊഴുപ്പ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് അത് നമ്മുടെ മസിൽസിലെ കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് അത് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ബാക്കി വരുന്നത് ലിവറിലേക്ക് എത്തും. ബാക്കി വരുന്ന കൊഴുപ്പ് ലിവറിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് ബൈലാസിഡ്സ് ഉണ്ടാക്കാനും ബൈലിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. മേജർ ഈ ഒരു കൊഴുപ്പിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ട് തന്നെയാണ്. ലിവറിൽ എപ്പോഴാണ് കൂടുതലായിട്ട് ഈ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കാം. സാധാരണ നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ട് അരി ഭക്ഷണങ്ങൾ കഴിച്ചു വരുന്ന ആൾക്കാരാണ്. രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രി ആയാലും കൂടുതൽ ആൾക്കാരും ചോറ് അല്ലെങ്കിൽ അരിഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ ഒരു അരിഭക്ഷണം നമ്മുടെ അകത്തെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അമിതമായിട്ട് വരുന്ന ഈ കലോറി അല്ലെങ്കിൽ ഈ അന്നജം എന്തായി കൺവേർട്ട് ചെയ്യും, നമ്മുടെ ലിവറിൽ വെച്ചിട്ട് അത് കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊഴുപ്പ് കൂടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കൂടുതലായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള അല്ലെങ്കിൽ അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ്. പലർക്കും ഈ കാര്യം അറിയില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള, അതായത് രക്തത്തിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെടാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ തവിട് കളയാത്ത അരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓട്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീറ്റിൻ്റെ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാം. ഇവയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും അതുവഴി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവ് കുറയാനും ഇത്തരം ഭക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. പല ആളുകളും എന്താണ് ചെയ്യുന്നത്? ഈ കൊളസ്ട്രോൾ ഇച്ചിരി കൂടി ബ്ലഡ് ടെസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫാർമസിയിൽ പോയിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് വാങ്ങിക്കഴിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് വാങ്ങിക്കഴിക്കും. പക്ഷെ അത് നോർമലായി കഴിഞ്ഞാൽ അത് നിർത്തും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഒരു കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം മനസ്സിലാക്കാതെ, ഭക്ഷണത്തിലൊന്നും കൺട്രോൾ ചെയ്യാതെ, ലൈഫ് സ്റ്റൈലിലൊന്നും മാറ്റങ്ങൾ വരുത്താതെ ഗുളിക കഴിച്ചാൽ മാത്രമേ ഈ കൊളസ്ട്രോൾ കുറയൂ എന്നുള്ളൊരു ഭാവം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണിക്കുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കൊളസ്ട്രോൾ കുറയാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാവുന്നില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്. നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ HDL നല്ല കൊളസ്ട്രോൾ എന്നുള്ളൊരു ഘടകമുണ്ട്. അതുപോലെ തന്നെ LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. അത് ചീത്ത കൊളസ്ട്രോളിൽ പെടുന്ന ലിപ്പോപ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ 2 ഘടകങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. HDL എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തി കൊളസ്ട്രോൾ ആണ്. നമ്മുടെ രക്തക്കുഴലുകളിൽ നിന്നൊക്കെ ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ അതിലെ രക്തക്കട്ടകളെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ രക്തക്കൊള്ളികളൊക്കെ ക്ലീൻ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ നല്ല കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ലിപ്പോപ്രോട്ടീൻസ്.
അതിൻ്റെ അളവ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു 60 യൂണിറ്റിനേക്കാളും എപ്പോഴും കൂടിയിരിക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് LDL, ചീത്ത കൊളസ്ട്രോൾ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ രക്തക്കൊഴലുകളിലേക്കൊക്കെ കൂടുതലായിട്ട് ചീത്ത കൊഴുപ്പിനെ എത്തിച്ചിട്ട് അവിടെ രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ കൊഴുപ്പ് കൂട്ടാനും അതുവഴി ബ്ലോക്കൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ് LDL എന്ന് പറയുന്നത്. അപ്പോൾ LDL എപ്പോഴും രക്തത്തിൽ കുറവായിരിക്കണം, ഒരു 130 താഴെ ആയിരിക്കണം എപ്പോഴും LDLൻ്റെ ലെവൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു HDL LDL ലെവലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. മാത്രമല്ല പലപ്പോഴും പേഷ്യൻസിൻ്റെ ഏജ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ജനറ്റിക് ആയിട്ട് ഫാമിലിയലായിട്ട് ഇതുപോലെ കൊളസ്ട്രോളിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് ഷുഗർ ഉണ്ടോ BP ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. സാധാരണ ഒരു 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് ഷുഗർ ഇല്ല BP ഇല്ല ഒന്നും ഇല്ലെങ്കിൽ അത്തരം ആളുകളിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഞങ്ങൾ ഇനി പറയുന്ന ഈ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിനെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഷുഗർ BP പോലെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഫാമിലിയിൽ ഇതുപോലെ ഹാർട്ട് കംപ്ലയിൻസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് നേരത്തെ നമുക്ക് കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തിനാണ് കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്? കാരണം നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഈ ചീത്ത കൊളസ്ട്രോളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് വരാനും ഭാവിയിൽ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരക കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്ന നിലക്കാണ് നമ്മൾ കൊളസ്ട്രോളിനെ എപ്പോഴും ഒരു നോർമൽ ലെവലിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിലായാലും ലൈഫ് സ്റ്റൈലിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലായാലും നമ്മൾ ആ കൊളസ്ട്രോളിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ആവശ്യകത അതാണ്. അതിനർത്ഥം എല്ലാ കേസുകളിലും നമ്മൾ കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നല്ല. ചെറുതായിട്ടൊരു വേരിയേഷൻ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊളസ്ട്രോൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് പ്രൈമറി ഹൈപ്പർ കൊളസ്ട്രീമിയ, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും മഞ്ഞജം കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടുണ്ടാവുന്ന കൊളസ്ട്രോൾ ആണെങ്കിൽ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അടിവയറ്റിലൊക്കെ കൂടുതൽ കൊഴുപ്പടിയുന്ന ആൾക്കാരാണെങ്കിൽ, അടിവയറൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ ചെയ്യുക. വെയിറ്റ് എപ്പോഴും ഒരു നോർമൽ റേഞ്ചിലേക്ക്, ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് എപ്പോഴും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഒഴിവാക്കുക. പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ള, നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ബട്ടർ, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, ഐസ്ക്രീം, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, പേസ്ട്രീസ്, ചോക്ലേറ്റ്സ് അഥവാ പരമാവധി ഒഴിവാക്കുക. അതിലെല്ലാം ചീത്ത ഫാറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒലീവ് ഓയിൽ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ മീനുകളിലുള്ള ഫാറ്റ്സ്, അയില, മത്തി പോലെയുള്ള ചെറിയ മീനുകൾ കഴിക്കാം. അതുപോലെ തന്നെ ബട്ടർ നമുക്ക് കഴിക്കാൻ പാടില്ല. അതിന് പകരം നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് അവക്കാഡോ. അവക്കാഡോ എന്ന് പറയുമ്പോൾ ബട്ടർ ഫ്രൂട്ടാണ്. ബട്ടർ ഫ്രൂട്ടിൽ നല്ല അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ആണ് കൂടുതലുള്ളത്. അത് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഹെൽത്തി കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിന് പകരം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക. കാരണം അതിലൊക്കെ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസും ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതലാണ്. ഈ ഫൈബറുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് വെജിറ്റബിൾസിലൊക്കെയുള്ള ഫൈബർ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയവർക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടറിൽ നമുക്കറിയാം ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് അതിലുള്ള ഷുഗർ കണ്ടൻറ്റും ചീത്ത കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അത് നമ്മളെ ഹെൽത്തി കൊളസ്ട്രോളിനെ കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ കുറേ വൈറ്റമിൻസും മിനറൽസും റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സാലഡ്സുകൾ ഉപയോഗിക്കാം. സാലഡ്സിൽ ഈ ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ ടീ, ഇഞ്ചി കൊണ്ടുള്ള ടീ ഉപയോഗിക്കാം. ഗ്രീൻ ടീ, വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഗ്രീൻ ടീ യൂസ് ചെയ്യാം. അതുപോലെ കോഫിയിലുള്ള കഫീൻ ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ഉൾവശം ക്ലീൻ ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ.
ഇത്തരത്തിലുള്ള ചായകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾ, നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് രക്തയോട്ടം വർദ്ധിക്കാനും കൊളസ്ട്രോളിനെ ലോവർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വെളുത്തുള്ളി യൂസ് ചെയ്യാം, ഇഞ്ചി യൂസ് ചെയ്യാം, കറുവാപ്പട്ട അതുപോലത്തെ സ്പൈസസുകളും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാരാണ് നമുക്ക് മറ്റ് പല അസുഖങ്ങൾ കാരണം നമുക്ക് കൊളസ്ട്രോൾ രക്തത്തിൽ വെറുതെ കൂടി വരിക. പ്രത്യേകിച്ച് അവർ കൊഴുപ്പിൻ്റെ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അരി ഭക്ഷണമോ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളല്ല. പക്ഷേ എങ്കിൽ കൂടി അവരുടെ രക്തം നോക്കുമ്പോൾ എപ്പോഴും കൊളസ്ട്രോൾ കൂടിയതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷന് പ്രധാന കാരണം മറ്റ് പല അസുഖങ്ങളും ആയിരിക്കും. പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ, കിഡ്നിയിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ പാങ്ക്രിയാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ ഇത്തരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് എപ്പോഴും കൂടിയിരിക്കുന്നത് കാണാം. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിരിക്കണം. കാരണം ഇവർക്ക് ഒരു ഭക്ഷണത്തിൽ കൺട്രോൾ നടത്തിയാലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രം കൊളസ്ട്രോൾ ലോവർ ആവണം എന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള രോഗകാരണം കണ്ടെത്തും. ആ രോഗകാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തു വരുന്നത്. മാത്രമല്ല ഹോമിയോപ്പതിയിൽ നമ്മൾ ഇത്തരം വെജിറ്റബിൾസ് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അലിയം സറ്റൈവ പോലെയുള്ള മദർ ടിഞ്ചറുകൾ അല്ലെങ്കിൽ കുർക്കുമ ലോങ്ങ പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള മദർ ടിഞ്ചറുകളും ഇത്തരം കൊളസ്ട്രോൾ കുറക്കാൻ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയിലൂടെ നമുക്ക് കാലാകാലം മരുന്ന് കുടിക്കേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്നില്ല എന്ന് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാരണം കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ ഹൃദയാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹൃദയം നമുക്കറിയാം ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ തന്നെ നിലനിർത്താനാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, അതുപോലെ BP കൺട്രോൾ ചെയ്യുക, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക. എങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻസും പ്രത്യേകിച്ച് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് 10-15 വർഷം കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.